ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തല്ലിമരം എന്ന മരത്തെ പറ്റിയാണ്. മധ്യരേഖ പ്രദേശങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന മരമാണ് ഇന്ത്യൻ ആൽമണ്ട് എന്നറിയപ്പെടുന്ന തല്ലിമരം. ഒരു ഉദ്യാന തണൽ മരുന്ന് മരമാണിത്. മലയാളത്തിൽ അടമരം, ഇന്ത്യൻ ബദാം, ഓടൽ, കടപ്പ, തല്ലിത്തേങ്ങ എന്നെല്ലാം അറിയപ്പെടുന്നു. കേരളത്തിൽ പൊതുവെ ഇതിനെ ബദാമരം എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ബദാം എന്നൊരു തെറ്റിദ്ധാരണ പോലുമുണ്ട്. ആൻഡമാൻ മലേഷ്യൻ സ്വദേശിയായ ഈ വൃക്ഷം ഇതിൻ്റെ ഉയരം 15-25 മീറ്റർ, 1.5 മീറ്റർ വ്യാസവും വയ്ക്കുന്ന ഒരു വലിയ മരമാണ് തല്ലി. പൊഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇലകളുടെ നിറം പച്ചയിൽ നിന്നും ചുവപ്പ്, ചെമ്പ്, സ്വർണ്ണ നിറമായി മാറുന്നത് വളരെ ഭംഗിയാണ്. ഇങ്ങനെ നിറം മാറുന്നത് വൈലോക്സാന്തിൻ, ലൂറ്റൽ, സിയാക്സാന്തിൻ എന്നീ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലമാണ്. നടുവിൽ നിന്നും സാധാരണ ഒരു തണ്ട് മുകളിലേക്ക് 1-2 മീറ്റർ വളരുകയും അവിടെ നിന്നും നിലകൾ പോലെ ഭൂമിക്ക് സമാന്തരമായി നിറയെ ശിഖരങ്ങൾ ഉണ്ടാവുകയുമാണ് ചെയ്യുക. ഇതും ഈ മരത്തിൻ്റെ സവിശേഷതയാണ്. ടെർമിനാലിയ ജനസിലെ മറ്റ് പല അംഗങ്ങളെയും പോലെ ശിഖരത്തിൻ്റെ അറ്റത്താണ് തല്ലിമരത്തിനും ഇലയുണ്ടാവുക. വർഷത്തിൽ 2 തവണ ഇല പൊഴിക്കാറുണ്ട്. അതുകൊണ്ട് 2 വരണ്ട കാലാവസ്ഥയെ തരണം ചെയ്യാനാവുന്നു. 3-4 വയസ്സ് ആകുമ്പോഴേക്കും ആദ്യമായി ഇല പൊഴിക്കാറാണ്. വെളുത്ത പൂക്കൾ നീണ്ട പൂക്കുലിയായി കാണപ്പെടുന്നു. ആൺപൂക്കളും പെൺപൂക്കളും ഒരേ മരത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ പച്ച നിറത്തിലുള്ള 2 ഇഞ്ചോളം വലുപ്പമുള്ള പരന്ന കായകൾ മൂക്കുമ്പോഴേക്കും ചുവപ്പും പർപ്പിളുമായി മാറുന്നു. മധ്യരേഖ സ്ഥലങ്ങളിലെ മറ്റ് വൃക്ഷങ്ങളെപ്പോലെ വലുപ്പം നിയന്ത്രിച്ച് ഏറെ നാൾ വളർത്താൻ ചട്ടികളിലാക്കി തല്ലിമരത്തിനെയും വളർത്താൻ കഴിയും. ജലത്തിലൂടെയാണ് പൊതുവെ വിത്ത് വിതരണം നടക്കുന്നത്. പുറത്തെ തൊലിക്കുള്ളിൽ കട്ടിയുള്ള നാര് അടങ്ങിയ മറ്റൊരു ആവരണം കൂടിയുണ്ട് കായകൾക്ക്. ഇത് വിത്തിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. വവ്വാലുകൾ ഈ പഴം കടിച്ച് ചവച്ച് നീരെടുത്ത് തുപ്പുന്നത് വഴിയും വിത്ത് വിതരണം നടക്കുന്നു. ക്രാക്കത്തൂവ ദ്വീപിൽ ഞണ്ട് വഴി വിത്ത് വിതരണം നടക്കുന്നതായി കണ്ടിട്ടുണ്ട്. 1 കിലോഗ്രാമിൽ ഏതാണ്ട് 24 കായകൾ ഉണ്ടാവും. കുരുക്കളാണെങ്കിൽ ഏതാണ്ട് 160 എണ്ണവും. വിത്ത് ഭക്ഷ്യയോഗ്യവും പോഷക സമൃദ്ധവുമാണ്. വിത്തിൽ പ്രോട്ടീൻ അഥവാ മാംസ്യം, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ബി, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം, സോഡിയം, അയൺ, സിങ്ക് എന്നിവ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഒരു ആഹാരമായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. കായ പൊട്ടിച്ചെടുക്കാൻ വിഷമമാണ്. എങ്കിലും വെയിലത്ത് നന്നായി ഉണക്കിയെടുത്താൽ കായ പൊട്ടിക്കാൻ എളുപ്പമാണ്. ഉള്ളിലുള്ള ചെറിയ വിത്ത് ബദാമിൻ്റെ രുചിയാണ്. വിത്ത് ആട്ടിയെടുക്കുന്ന എണ്ണ പാചക എണ്ണയായി തെക്കേ അമേരിക്കയിൽ ഉപയോഗിക്കുന്നുണ്ട്. വിത്തിൽ 51.2% എണ്ണയുണ്ട്. എണ്ണയിൽ അടങ്ങിയിരിക്കുന്നത് 54% ഒലിയനും പാംറ്റിൻ, പിന്നെ 46% സ്റ്റിയറിനുമാണ്. മറ്റ് തടികൾ കിട്ടാത്ത ഇടങ്ങളിൽ ഇതിൻ്റെ തടി വണ്ടികളും ചക്രങ്ങളും തൂണുകളും ഉണ്ടാക്കാൻ ഉപയോഗിച്ചു വരുന്നു. തടിയിൽ നിന്നും ഇലയിൽ നിന്നും കായിൽ നിന്നും പുനിസാലിൻ, പുനിടെലാഗിൻ, ടെറാസ്റ്റാറ്റിൻ എന്നീ ടാനിനുകൾ ലഭിക്കുന്നു. ശുദ്ധജല അക്വേറിയത്തിൽ ഇവയുടെ ഉണങ്ങിയ ഇല അക്വേറിയത്തിലെ വെള്ളത്തിൻ്റെ pH നില നിയന്ത്രിക്കാൻ ഉപയോഗിച്ചു വരുന്നു. ഇവ മീനുകളിൽ കാണുന്ന പൂപ്പൽ, വൈറസുകൾ, ബാക്ടീരിയ രോഗത്തിനും പ്രോട്ടോസോവൻ പരോപജീവികൾ എന്നിവയ്ക്ക് എതിരെയും ഉപയോഗിക്കുന്നു. ഇത് ഒരു തണൽ വൃക്ഷം കൂടിയാണ്. ഇലകളും തടിയും കായും എല്ലാം പല നാട്ടിലും പലവിധ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നു. വയറിളക്കം, വാതം, ചുമ, കുഷ്ഠം, തലവേദന, വിര, കണ്ണ് മുറിവുകൾ ഇങ്ങനെ നാട്ടുവൈദ്യത്തിൽ തല്ലി ധാരാളമായി ഉപയോഗിക്കുന്നു. പലതരം കടിക്കുന്നതും കുത്തുന്നതുമായ ഉറുമ്പുകൾ
തല്ലിമരത്തിൻ്റെ തുളയുള്ള ചില്ലകളിൽ ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കാൻ അവസരം കിട്ടുന്നതിന് പ്രത്യുപകാരമായി മറ്റ് പ്രാണികൾ ഈ മരത്തിനെ ആക്രമിക്കാതെ ഈ ഉറുമ്പുകൾ തടയുന്നു. ഇങ്ങനെയുള്ള പാരസ്പര്യത്തിന് മെർമേകോഫിലി എന്നാണ് പറയുന്നത്. മണ്ണൊലിപ്പിനെ തടയാൻ വളരെ ഫലപ്രദമായ തല്ലിമരം അക്കാരണം കൊണ്ട് തീരപ്രദേശങ്ങളിൽ നട്ടുവളർത്താറുണ്ട്. അമേരിക്കയടക്കം പല രാജ്യങ്ങളിലും ഈ മരത്തിനെ ഒരു അധിനിവേശ സ്പീഷീസായാണ് കണക്കാക്കുന്നത്. എങ്കിലും ആഴത്തിൽ ഇറങ്ങുന്നതും ധാരാളമായി വേരുള്ളതുമായ തല്ലിമരം തീരസംരക്ഷണത്തിനും തൽഫലമായി കടൽനിരപ്പ് ഉയരുന്നതിനെതിരെ ഒരു അനുഗ്രഹമായി കരുതി വരുന്നു. കാറ്റിനെയും ഉപ്പുവെള്ളത്തിനെയും അതിജീവിക്കാനുള്ള കഴിവുമുണ്ട്. വളരുവാൻ കാര്യമായ പരിചരണവും ആവശ്യമില്ല. ബ്രസീലിൽ ഇതിനെ ഒരു ജൈവ ഡീസൽ ഉണ്ടാക്കാനുതകുന്ന സസ്യമായി പരിഗണിച്ചു വരുന്നു. പട്ടുനൂൽ പുഴുവിനും മറ്റ് മൃഗങ്ങൾക്കും ഭക്ഷണമായി ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാം. കോങ്കൺ ഗ്രാസ് എന്ന കളി ഒഴിവാക്കാൻ അവിടെ തല്ലി നട്ടാൽ മതി. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.